ലാസ്റ്റ് സെഷനിൽ നമ്മളൊരു കോഡ് ബിൽഡ് ചെയ്തു. കോഡ് ബിൽഡ് ചെയ്തതിനു ശേഷം നമ്മുടെ പ്രോഗ്രാമിലോട്ട് നമ്മളൊരു കോഡ് അപ്ലോഡ് ചെയ്ത് നോക്കി. ആൻഡ് അതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തതാണ്. കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഈസി ആയിട്ട് അത് അതിനകത്തോട്ട് അപ്ലോഡായി. സോ ഇന്ന് നമ്മൾ ഒരു പ്രിന്റ് ഓഫ് എങ്ങനെ ഇതിനകത്തോട്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ബേസിക്കലി പ്രിന്റ് ഓഫ് നമ്മുടെ ഈ ഡീബഗിങ് ഇതൊക്കെ വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈക്ക് നമ്മളത് ഏത് ഫംഗ്ഷനകത്തോട്ട് കയറി ബ്രേക്ക് പോയിന്റ്സും പ്രിന്റ് എഫും ആണ്. പ്രിന്റ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ഇതിന്റെ വാല്യൂ, ഓരോ വേരിയബിളിന്റെ വാല്യൂ എന്താണ്, ഓരോ കൗണ്ടറിന്റെ വാല്യൂ എന്താണ്, നമ്മുടെ കോഡ് ഒരു ഫംഗ്ഷനകത്ത് കയറിയോ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പ്രിന്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് നോക്കാനായിട്ട് പറ്റും. കുറെ ഡീബഗിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇവിടെ വല്ല LCD-യോ OLED ഡിസ്പ്ലേസോ ഒന്നും തന്നെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ കൺസോളിനകത്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ include stdio.h നമ്മുടെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറി ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രിന്റ് ഓഫ് കമാൻഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഹലോ നീരജ് എന്ന് പറഞ്ഞിട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ മാറ്റങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി ഈ പ്രിന്റ് ഓഫ് വർക്ക് ആവില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ syscalls.c എന്ന് പറയുന്ന ഫയലിനകത്ത് പോകാം. നമ്മുടെ SRCക്കകത്ത് main.c അടിയിലായിട്ട് syscalls.c എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും. ഓക്കെ, അതിനകത്ത് പോയിട്ട് ഈ ഇൻക്ലൂഡ്സിന്റെ അടിയിൽ, ഇവിടെയുള്ള ഇൻക്ലൂഡ്സിന്റെ അടിയിൽ നിങ്ങളൊരു പീസ് ഓഫ് കോഡ് ആക്ച്വലി ഇത് ചെയ്യണം. ലൈക്ക് ഒരു പീസ് ഓഫ് കോഡ് നമ്മൾ പേസ്റ്റ് ചെയ്യണം. അതാണ് ഞാനിപ്പോൾ തരാൻ പോകുന്നത്. ഞാനത് നിങ്ങൾക്ക് തരാം. ലൈക്ക് ഇത് ഞാൻ എൻ്റെ കിറ്റിനകത്തോട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊരു ടെക്സ്റ്റ് ഫയലായിട്ട് നിങ്ങൾക്ക് റിസോഴ്സ് ആയിട്ട് തരാം. ഓക്കെ, സോ ഇതിനകത്തൊരു ഫംഗ്ഷൻ ഉണ്ട്, ITM send char എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ ഈ ITM send char വരെയുള്ള ഫംഗ്ഷൻ എടുക്കുക ആൻഡ് അത് നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ബേസിക്കലി ഇത് printfന്റെ ഇംപ്ലിമെന്റേഷൻ ആണ്. അത് ഈ കമന്റ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇംപ്ലിമെന്റേഷൻ ഓഫ് printf ലൈക്ക് ഫീച്ചർ യൂസിങ് ARM Cortex M3 or M4. ഓക്കെ, ഇത് ARM Cortex M0 പ്ലസിനകത്ത് വർക്ക് ചെയ്യില്ല. M3 M4നകത്ത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. M0 ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെമി ഹോസ്റ്റിംഗ് ഫീച്ചർ യൂസ് ചെയ്യാം. OpenOCD-യുടെ നമ്മളിവിടെ സീരിയൽ വയർ വ്യൂവർ എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചറാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. SWV എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ അതവിടെ പേസ്റ്റ് ചെയ്തു. ആൻഡ് ഇതിനകത്തൊരു ITM send char എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അതായിട്ട് നിങ്ങൾ ഈ ITM send char ഫംഗ്ഷൻ ഒന്ന് കോപ്പി ചെയ്യുക. ITM send char ഫംഗ്ഷൻ കോപ്പി ചെയ്തിട്ട് ഇതിന് അടിയിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു റൈറ്റ് ഫംഗ്ഷൻ കാണാം. അതാണിത്. ഇവിടെ റൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണാം. ഇതിന്റെ ഉള്ളിൽ പോയിട്ട് ഈ ITM send char കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. ആൻഡ് അതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് ഈ put char-നകത്ത് കൊടുത്തിട്ടുള്ള ഈ ആർഗ്യുമെന്റ് തന്നെ ഇവിടെ കൊടുക്കുക. ഓക്കെ, അത് ഇവിടെ കൊടുക്കുക. ആൻഡ് ഇത് നിങ്ങൾക്ക് കമന്റ് ഔട്ട് ചെയ്ത് കളയാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ ബിൽഡ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ക്ലീൻ പ്രൊജക്റ്റ് കൊടുത്തു. എൻ്റെ പ്രൊജക്റ്റ് ക്ലീൻ ആയി. ആൻഡ് ഞാൻ ബിൽഡ് പ്രൊജക്റ്റ് കൊടുത്തു. സോ ബിൽഡ് പ്രൊജക്റ്റ് കൊടുത്ത സമയത്ത് അത് എറർ ഒന്നും ഇല്ലാതെ ബിൽഡ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഇതിനകത്ത് പോയിട്ട് ഇതിന്റെ പ്രോപ്പർട്ടീസിനകത്ത് ഒന്നും കൂടെ പോവുക. പ്രോപ്പർട്ടീസിനകത്ത് പോയിട്ട് സെറ്റിങ്സിനകത്ത്, ഓക്കെ, ഇതെല്ലാം നമ്മുടെ ഓക്കെയാണ്. നമ്മൾ രണ്ടും തൽക്കം കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്നും കൂടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡീബഗ് കോൺഫിഗറേഷനകത്ത് പോവാം. ഓക്കെ, ഡീബഗ് കോൺഫിഗറേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഡീബഗറിനകത്ത് ഒന്ന് പോവുക. ഡീബഗറിനകത്ത് പോയിട്ട് ഇതിന്റെ അടിയിൽ സീരിയൽ വയർ വ്യൂവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സീരിയൽ വയർ വ്യൂവർ എനേബിൾ ചെയ്യണം. നമ്മൾ സീരിയൽ വയർ വ്യൂവർ എനേബിൾ ചെയ്യുക. SWV എന്ന് പറഞ്ഞ് കിടക്കുന്ന സാധനം എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തതിന് ശേഷം അപ്ലൈ ക്ലിക്ക് ചെയ്യുക ആൻഡ് ഡീബഗിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഇത് ഇപ്പോൾ ഡീബഗ് ആയിട്ടുണ്ടാവും. ഡീബഗ് ആയി. വെയിറ്റിംഗ് ഫോർ ഡീബഗർ കണക്ഷൻ കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിനെ സ്വിച്ച് ചെയ്തു. എൻ്റെ ഡീബഗ് മോഡിനകത്തോട്ട് ഞാൻ സ്വിച്ച് ചെയ്തു. ഇതിപ്പോൾ ഡീബഗ് ആയി. പക്ഷേ ഇത് ഈ പ്രിന്റ് ഓഫ് ഫംഗ്ഷനകത്ത് പോയിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെ അതൊരു ബ്രേക്ക് പോയിന്റ് ഹിറ്റ് ആയിട്ട് ഇവിടെ വെച്ചിട്ട് അത് സ്റ്റക്കായി. ഇവിടെ നിന്ന് അത് പോകുന്നില്ല. ഇനി നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വിൻഡോസിൽ പോവുക. വിൻഡോസിൽ പോയിട്ട് ഇതിനകത്ത് വിൻഡോസ് ഷോ വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഷോ വ്യൂവിൽ SWV എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ SWVക്കകത്ത് SWV ITM ഡാറ്റ കൺസോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്.
ഇത് ചൂസ് ചെയ്യുക. ഇതിനകത്താണ് നമ്മൾ നമ്മുടെ പ്രിന്റ്സ് ഒക്കെ കാണാനായിട്ട് പോകുന്നത്. ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു കോൺഫിഗർ ട്രേസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ കോൺഫിഗർ ട്രേസിനകത്ത് ക്ലിക്ക് ചെയ്യുക ആൻഡ് പോർട്ട് 0 ചൂസ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന പോർട്ട് 0 ആണ്, അത് ചൂസ് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പോർട്ട് 0 വരും. അതിനുശേഷം ഇതിന്റെ തൊട്ടടുത്തുള്ള സ്റ്റാർട്ട് ട്രേസ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർട്ട് ട്രേസിലുള്ള ബട്ടൺ പ്രസ് ചെയ്യുക ആൻഡ് നമ്മൾ വീണ്ടും ഇതിനെ ഒന്ന് റൺ ചെയ്യുക. റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ എനിക്ക് ആ പ്രിന്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഹലോ വേൾഡ് എന്നിട്ട് പ്രിന്റ് കിട്ടുന്നുണ്ട്. ബേസിക്കലി നമ്മളിവിടെ യൂസ് ചെയ്ത് സീരിയൽ വയർ വ്യൂവർ എന്ന് പറയുന്ന ഫങ്ഷനാലിറ്റി ആണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തത്. ആൻഡ് ഇതിനകത്ത് SWO എന്ന് പറയുന്ന ഒരു പിന്നാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കൺസോൾ ഇതിനകത്ത് നമ്മുടെ ബോർഡിനകത്ത് നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം എന്നുള്ള പ്രിന്റ്സ് ഒക്കെ നമുക്ക് കൺസോളിനകത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത്. ഇത് അങ്ങനെയാണ് നമ്മളൊരു പ്രിന്റ് എക്സിക്യൂട്ട് ചെയ്യുക. നമ്മളൊന്നും ചെയ്തില്ല, SWE എനേബിൾ ചെയ്തു. അതായത് സീരിയൽ വയർ SWO എന്ന് പറയുന്ന ഒരു പിൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ട് SWE സീരിയൽ വയർ വ്യൂവർ നമ്മൾ ഡീബഗറിനകത്ത് പോയിട്ട് എനേബിൾ ചെയ്തു. ആൻഡ് സിസ്കോളിനകത്ത് നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ എഴുതി. ITM സെൻകാർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിരുന്നു. ആൻഡ് റൈറ്റിനകത്ത് പോയിട്ട് നമ്മൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്തു. ഓക്കെ, ഇവിടെ പോയിട്ട് ആ ഫംഗ്ഷൻ കോൾ ചെയ്തു. സോ ദാറ്റ് നമുക്ക് അതിനകത്തോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റൈറ്റിനകത്ത് പോയിട്ട് ഇത് കോൾ ചെയ്തു. നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ LCD പ്രിന്റും അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുന്നില്ല. ജസ്റ്റ് നമ്മളൊരു ഹലോ വേൾഡ് അല്ലെങ്കിൽ ഹലോ നീരജ് നിങ്ങളുടെ പേര് ജസ്റ്റ് എങ്ങനെ പ്രിന്റ് ചെയ്യണം അങ്ങനത്തെ കാര്യമാണ് ഇപ്പൊ ജസ്റ്റ് നോക്കിയത്. സോ ഇതെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഈ കോഡ് ഞാൻ ഷെയർ ചെയ്തിരുന്നതാണ്. പീസ് ഓഫ് കോഡ് ഞാൻ ഗിറ്റിനകത്ത് അപ്ലോഡ് ചെയ്യാം ആൻഡ് ഒരു റിസോഴ്സ് ആയിട്ടും ഷെയർ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, സോ അടുത്ത സെഷനകത്ത് നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ കോഡിങ്ങിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ചെറുതായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഈ ബോർഡിനകത്ത് ഒരു കോഡ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹലോ നീരജ് എന്ന് പറയുന്ന ഒരു കോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പ്രിന്റും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് സെഷനകത്ത് കുറച്ചും കൂടെ രജിസ്റ്റർ ലെവൽ പ്രോഗ്രാമിംഗ് അങ്ങനത്തെ ഡ്രൈവർ ഡെവലപ്മെന്റ് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ താങ്ക് യു.